ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം. സിറ്റിംഗ് MLA-മാർ അടക്കം 31 പേരാണ് ആദ്യഘട്ട പട്ടികയിലുള്ളത്. MP-മാർ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലില്ലെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി പറഞ്ഞു. അതേസമയം എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. By and large, 31. मेरे ख्याल मुझे टोटल एग्जैक्टली आज जो पैनल था वो बाद में लेंगे हम लोग. MP doesn't come in picture, no? സാഹചര്യം നോക്കി പട്ടിക പുറത്തുവിടുമെന്നും മികച്ച പട്ടികയാണോ എന്ന് പട്ടിക പുറത്തുവരുമ്പോൾ മനസ്സിലാകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വളരെ കൂളായി നടന്നു. CEC മീറ്റിംഗ്, കേരളത്തിലെ CEC മീറ്റിംഗ് ഏറ്റവും സുഗമമായിട്ടാണ് നടന്നത്. അത് നിങ്ങൾക്ക് അറിയും, റിലീസ് ചെയ്യുമ്പോൾ അറിയുമല്ലോ. വിവരങ്ങളുമായി ശരത് ലാലാണ് നമ്മളൊപ്പം ചെന്നത്. ശരത്, ഇന്നലെ സണ്ണി ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഏറ്റവും ഒരു സന്തോഷകരമായ ഒരു വാർത്ത എല്ലാവരും അറിയുമെന്നുള്ളത്. അത്തരത്തിൽ എന്ത് സന്തോഷകരമായ ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്? മിസ്ത്രി പറയുന്നുണ്ട് MP-മാർ പങ്കെടുക്കില്ലെന്നുള്ളത്. അത്തരത്തിലുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് തന്നെയാണ് നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്നാലും 40-ൽ കൂടുതൽ സീറ്റുകൾ ക്ലിയർ ചെയ്യുമെന്ന് തന്നെയായിരുന്നു നേരത്തെ ഉള്ള സ്ക്രീനിംഗ് കമ്മിറ്റി. 40 സീറ്റുകൾ ഉപരി 50ഓടടുത്ത് പേരുകൾ നൽകിയിരുന്നു. അതിൽ 31 എണ്ണം മാത്രമാണ് ഇപ്പോൾ ക്ലിയർ ചെയ്തത്. അതിൽ തന്നെ 19 സിറ്റിംഗ് MLA-മാരും അതിലൊരു സിറ്റിംഗ് MLA-യുടെ എൽദോസ് കുന്നപ്പള്ളിയുടെ പെൻഡിങ്ങിലും വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം റിജക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് വിസ്തീർണം നേടാൻ വേണ്ടി പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ കൊയിലാണ്ടി പ്രവീൺ കുമാർ അടക്കമുള്ള നോർത്തിൽ നിന്നുള്ള പേരുകളാണ് ഈ തവണത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി ആദ്യം പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള പേരുകളുടെ വിവരങ്ങളൊക്കെ വ്യക്തമായി വരുന്നതേ ഉള്ളൂ. ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രശ്നം നിലനിൽക്കുന്നതിനാൽ ഉടനെ ഒരു റിലീസ് വേണ്ട, ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ റിലീസ് ചെയ്താൽ മതി എന്നതാണ് AICC എടുത്ത തീരുമാനം. അല്ലെങ്കിൽ അത് തന്നെയാണ് KC വേണുഗോപാലും പറഞ്ഞത്. ഞങ്ങൾ സാഹചര്യം അനുസരിച്ച് പത്രിക പുറത്തുവിടും. അതിനത്ര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തതിനാൽ അത്ര വളരെ പെട്ടെന്നൊന്നും പത്രിക പുറത്തുവിടേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുമാത്രമല്ല, മറ്റന്നാൾ വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റിയും കേരള നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ ബാക്കിയുള്ള പട്ടിക കൂടി പരിഗണിക്കും. അതിനുശേഷമാണോ അല്ലെങ്കിൽ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കുക എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ആദ്യഘട്ട പട്ടികയിൽ മലബാർ മേഖലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ക്ലിയർ ചെയ്തത്, ഒറ്റ പേരുകളിലാണ് ക്ലിയർ ചെയ്തത് എന്ന വാർത്തയ്ക്കാണ് നമുക്ക് സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, MP-മാർ ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലോ അല്ലെ MP-മാരുടെ പേര് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് CEC-യിലോ അല്ലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലോ വന്നിട്ടില്ല. അത് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് MP-മാർ ഇന്നത്തെ യോഗത്തിൽ ചിത്രത്തിലില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇനി MP-മാരുടെ പേരുകൾ രണ്ടാം ഘട്ടത്തിൽ വരുമോ എന്ന കാര്യത്തിൽ ഇനി രണ്ടാം ഘട്ടത്തിലെ, അതായത് മറ്റന്നാൾ സ്ക്രീനിംഗ് കമ്മിറ്റി പരിഗണിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും നിലവിൽ ഇന്ന് നടന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയും ഇന്ന് നടന്ന 3 സ്ക്രീനിംഗ് കമ്മിറ്റികളും, അതായത് ഇതുവരെ നടന്ന 3 സ്ക്രീനിംഗ് കമ്മിറ്റികളും ഇന്ന് നടന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലും MP-മാരുടെ പേര് വന്നിട്ടില്ല. ഏതായാലും 19 MLA-മാരുടെ കാര്യത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊയിലാണ്ടിയിലെ പ്രവീൺ കട്ടി, കോഴിക്കോട് DCC പ്രസിഡന്റ് പേരും 8 പേരായിട്ട് അംഗീകരിച്ചു എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം CEC യോഗത്തിൽ പങ്കെടുത്ത് മല്ലികാർജ്ജുന ഖാർഗെ, അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി, കേരളത്തിൽ നിന്നുള്ള PCC അധ്യക്ഷനായ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പിന്നെ അതേപോലെ തന്നെ KC വേണുഗോപാലുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. അതേപോലെ തന്നെ VD സതീശൻ ഇന്ന് രാത്രി തന്നെ കേരളത്തിലേക്ക് തിരിച്ചുപോയി. എന്നാൽ സണ്ണി ജോസഫ് ഡൽഹിയിൽ തന്നെ തുടരുകയാണ് കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടി. അതുകൊണ്ട് മറ്റന്നാൾ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയും കേരള നേതാക്കളുടെ യോഗം കഴിഞ്ഞ ശേഷം മാത്രമേ KPCC പ്രസിഡന്റ് ഡൽഹി വിടുകയുള്ളൂ. അപ്പോഴേക്കും ഏകദേശം ചിത്രം വ്യക്തമാകുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും വട്ടിയൂർക്കാവ് തുടങ്ങിയ പേരുകളിലേക്ക് കാര്യങ്ങൾ വന്നോ എന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ അല്പകാലതാമസം കൂടി ആവശ്യമുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ ആദ്യഘട്ട പട്ടിക 31 അംഗങ്ങളുള്ള പട്ടികയ്ക്ക് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നു. അത് സാഹചര്യം അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും പുറത്തുവിടാൻ തയ്യാറാണെന്ന് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വ്യക്തമാക്കിയിരിക്കുന്നു. വ്യക്തമാണ്.